നിരന്തരം നിരന്തരം ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പോസ്റ്റിനടിയിൽ പോയി നമ്മൾ നോക്കിയാൽ അറിയാം അദ്ദേഹം നിരന്തരം പാകിസ്ഥാനി എന്നും പാകിസ്ഥാൻ സപ്പോർട്ടർ എന്നും വർഗീയവാദി എന്നും ഒക്കെ വിളിച്ചുകൊണ്ടുള്ള അബ്യൂസാണ് ഈ റൈറ്റ് വിങ്ങേഴ്സ് സ്ഥിരമായി നമ്മൾ അതിൻ്റെ അടിയിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. സ്ഥിരമായി അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് അതിലൊരു പ്രശ്നം. പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹം ഈ പറയുന്ന റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തിൻ്റെ ഓമനയായി മാറുന്ന കാഴ്ചയാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് നമ്മൾ കാണുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന് ഒരിക്കലും മിലിറ്ററി മൈറ്റ് വെച്ചുകൊണ്ട് ഇന്ത്യയെ എതിരിടാൻ കഴിയില്ല. സൈനികമായി വലിയ അന്തരം, അതിൻ്റെ ശേഷിയിൽ അന്തരമുള്ള രാജ്യമാണ്. രണ്ട് രാജ്യവും ന്യൂക്ലിയർ കൺട്രീസാണ്, അത് ശരിയാണ്. പക്ഷേ സൈനികമായി നോക്കുമ്പോൾ ഇന്ത്യ തന്നെയാണ് ശക്തം. അപ്പോൾ അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ആഭ്യന്തരമായി അവരുടെ സൈന്യത്തിൻ്റെ പ്രൈഡ് നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ഞങ്ങൾ അവിടെ കയറി അടിച്ചു, ഇന്ത്യയുടെ 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു, ഞങ്ങൾ അവരുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്തു എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജ പ്രചാരണം. ഇവിടെ എങ്ങനെയാണോ വ്യാജ പ്രചാരണം നടക്കുന്നത് അതുപോലെ അവിടെയും വ്യാജ പ്രചാരണം അവർ നടത്തുന്നുണ്ട്. അതിനുവേണ്ടി അവർ കൃത്രിമമായി ഫേക്ക് പ്രൊഫൈലുകൾ ഉണ്ടാക്കുന്നു, ഇന്ത്യൻ പേരുകളുള്ള ഫേക്ക് പ്രൊഫൈലുകൾ ഉണ്ടാക്കുന്നു. ഇന്ത്യൻ സൈനികോദ്യോഗസ്ഥർ എന്ന വ്യാജന അവിടെ നിന്ന് ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി. അതിലൊരു ഫേക്ക് പ്രൊഫൈൽ, അദ്ദേഹം ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്ന രീതിയിൽ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഫേക്ക് പ്രൊഫൈലാണ്. അദ്ദേഹം പറയുകയാണ്, നമ്മൾ ഇത്രയും ശക്തമായി പാകിസ്ഥാനെ ആക്രമിച്ചിട്ടും അവർ നമ്മുടെ 5 റഫാലുകൾ വെടിവെച്ചിട്ടു എന്ന് പറയുകയാണ്. നമ്മൾ തിരിച്ചടിക്കണം. അപ്പോൾ എന്തായി? ഇന്ത്യൻ സൈഡിൽ നിന്നുള്ള കൺഫർമേഷനായി. അപ്പോൾ പാകിസ്ഥാനിൽ എന്ത് ചെയ്യും? ഇന്ത്യക്കാർ പോലും സമ്മതിച്ചു നമ്മൾ അവരുടെ 5 ഇത് വെടിവെച്ചിട്ടുണ്ട്. സുബൈർ ആ ഒരൊറ്റ രാത്രി ഉറക്കമില്ലാതെ, ഒരു രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ഇത്തരം നുണവാർത്താ പ്രവാഹങ്ങളെ പരിശോധിച്ച് അതിൻ്റെ സത്യാവസ്ഥ അദ്ദേഹം പുറത്തു കൊണ്ടുവരികയാണ്. പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന നുണകൾ മുഴുവനായി അദ്ദേഹം പൊളിച്ചടിക്കും. ഒറ്റയ്ക്ക് ഒരു രാത്രി ഉറക്കം വിളിച്ചിരുന്നു അദ്ദേഹം, ഒറ്റയ്ക്ക് അത് ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടതാരാണ്? ഇത് ആർമി ചെയ്യുന്നതാണ്, ഇത് മിലിറ്ററി ചെയ്യുന്നതാണ്. മിലിറ്ററിക്ക് അതിൻ്റെ സംവിധാനങ്ങളുണ്ടാവും. അത് ഇൻഫർമേഷൻ വാർ എന്ന് പറയുമ്പോൾ യുദ്ധത്തോടൊപ്പം നടക്കുന്ന മറ്റൊരു കാര്യമാണ് ഇൻഫർമേഷൻ വാർ. അപ്പോൾ ആ ഇൻഫർമേഷൻ വാറിൽ ഇത്തരം നുണവാർത്തകളെ തടഞ്ഞു നിർത്തേണ്ട പണി യഥാർത്ഥത്തിൽ സൈന്യത്തിൻ്റെയാണ്. ആ സൈന്യത്തിൻ്റെ പണി ഇദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്യുകയാണ്. ഇദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്ത് എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ചു. അതായത് പാകിസ്ഥാൻ ഇന്ത്യക്കാരാണെന്ന് വ്യാജേന നിർമ്മിച്ചിട്ടുള്ള ഫേക്ക് പ്രൊഫൈലോട് ഒരു ലിസ്റ്റ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അത് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു വ്യക്തിക്ക് ഒരു സ്ഥാപനത്തിന് ചെയ്യുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. അദ്ദേഹത്തിന് സാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് അദ്ദേഹം ഈ ജോലി ചെയ്യുന്നതുകൊണ്ടാണ്. അവർക്ക് വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ ഇത് ചെയ്യാൻ കഴിയും. അവരുടെ ആൽഗരിതവും അവരെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും സൈന്യം ചെയ്യേണ്ട ഒരു ജോലിയാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സൈന്യത്തിൻ്റെ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇന്ന് ശേഖർ ഗുപ്ത ദ പ്രിൻ്റ് അദ്ദേഹത്തെക്കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ വാനോളം പ്രശംസിക്കുന്നു എന്നതല്ല, സൈന്യത്തിൻ്റെ ജോലി ചെയ്യുന്ന ഒരാൾ ഒന്നുകൂടി പ്രശംസിക്കുകയാണ്. ഇന്നേ വരെ സുബൈറിനെ കുറിച്ച് അങ്ങനെ ഒരു ലേഖനം ദ പ്രിൻ്റിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ പ്രശംസിക്കുന്നു മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനടിയിൽ പലരും വന്നിട്ട്, ഈ റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തിൽപ്പെട്ട പലരും വന്ന് അദ്ദേഹത്തെ പുകഴ്ത്തുന്നു. ഒരാൾ എഴുതിയ വാക്ക് ഇങ്ങനെയാണ്: ഞാൻ മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, ബിക്കോസ് ഹീസ് എ നാഷണലിസ്റ്റ്. ഞാൻ ആ പദവിയിലേക്ക് നിങ്ങളെ കൂടി നിർത്താൻ ആഗ്രഹിക്കുന്നു. മോദി നിൽക്കുന്ന ആ പൊസിഷനിൽ നിങ്ങൾ നിർത്താൻ ആഗ്രഹിക്കുന്നു, കാരണം നിങ്ങളൊരു ട്രൂ നാഷണലിസ്റ്റാണ് എന്ന് ഒരു റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തിൽപ്പെട്ട ഒരാൾ വന്ന് പുകഴ്ത്തുകയാണ്. അങ്ങനെ നിരവധി പുകഴ്ത്തലും അപദാനങ്ങളും നമുക്കവിടെ കാണാൻ കഴിയും. ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഈ നറേറ്റീവ് മാറുന്നത് ഓർക്കുക. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതറിയാതെ, അതായത് ഇദ്ദേഹം ഈ പണി ചെയ്യുമെന്ന് അറിയാത്ത റൈറ്റ് വിങ്ങേഴ്സ് ഉണ്ടാവുമല്ലോ, ട്രോളുകൾ, ഈ 2 രൂപയ്ക്ക് ട്വീറ്റ് ചെയ്യുന്ന ട്രോളുകൾ, അവർ അപ്പോഴും വന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ പോസ്റ്റിനും തെറി വിളിക്കുകയാണ്. അതായത് ഇദ്ദേഹം ഈ പാകിസ്ഥാനികളുടെ ഫേക്ക് പ്രൊഫൈൽ, ഇന്ത്യക്കാരാണെന്ന് നടിച്ചുകൊണ്ടുള്ള ഫേക്ക് പ്രൊഫൈലുകളുടെ ലിസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് പറയാം, ഇവരൊക്കെ പാകിസ്ഥാനിയാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ, നീ പാകിസ്ഥാനി അതുകൊണ്ടാണ് അറിഞ്ഞതെന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുന്ന ആളുകൾ ഇപ്പോഴും സ്റ്റിൽ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യം. അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം, ഈ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ സമയത്ത്, ഇപ്പോൾ ഈ യുദ്ധം കഴിയുമല്ലോ, യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ റൈറ്റ് വിങ്ങേഴ്സ് വീണ്ടും അദ്ദേഹത്തെ തെറി വിളിക്കാൻ തുടങ്ങും. മുമ്പ് എന്താണോ അവർ ചെയ്തത് അത്, കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പണി എന്താണ്? ഈ റൈറ്റ് വിങ്ങേഴ്സ് ഇന്ത്യയിൽ ആഭ്യന്തരമായി സൃഷ്ടിക്കുന്ന ഫേക്ക് ന്യൂസുകളെ തടയുക എന്നുള്ളതാണ്, അതിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ആ പണി അദ്ദേഹം വീണ്ടും ആവർത്തിക്കുമ്പോൾ ഇവർ വീണ്ടും തെറി വിളിക്കും. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹീസ് എ ട്രൂ നാഷണലിസ്റ്റ്. അദ്ദേഹം രാജ്യത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. അത് രാജ്യത്തെ ശൈഥില്യമാകുന്ന, രാജ്യത്തെ കമ്മ്യൂണലി വേർതിരിക്കുന്ന, രാജ്യത്ത് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് പടർത്തുന്ന ശക്തികൾക്കെതിരെ അദ്ദേഹം ഇതുവരെ അവരെ എക്സ്പോസ് ചെയ്തു. അവർ വിതറുന്ന നുണകൾ, വിദ്വേഷങ്ങൾ അദ്ദേഹം എക്സ്പോസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ വിഭാഗം അദ്ദേഹത്തെ തെറി വിളിച്ചു. ഇപ്പോൾ അദ്ദേഹം പാകിസ്ഥാനെതിരെ അതേ ജോലി ചെയ്യുകയാണ്. പാകിസ്ഥാൻ ചെയ്യുന്ന നുണകളെ ചെയ്യുമ്പോൾ ഇവർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. നാളെ അദ്ദേഹം വീണ്ടും പഴയ ജോലിയിലേക്ക് അദ്ദേഹം തിരിയുമ്പോൾ ഇവർ വീണ്ടും ചീത്ത വിളിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മുഹമ്മദ് സുബൈർ ഇതിനോട് പ്രതികരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആർക്കെതിരെയോ ആർക്ക് അനുകൂലമായിട്ടല്ല ജോലി ചെയ്യുന്നത്. നുണ വാർത്തകൾ എവിടെ കണ്ടാലും അതിനെ ഫ്ലാഗ് ചെയ്യുക, അതിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ള എൻ്റെ ജോലിയാണ്. അത് പാകിസ്ഥാൻ ചെയ്താലും
ഇന്ത്യയിലെ റൈറ്റ് വിങ്ങേഴ്സോ സംഘപരിവാർ ചെയ്താലും ഞാനത് തുറന്നു കാട്ടുക തന്നെ ചെയ്യും. നുണവാർത്തകൾ തുറന്നു കാട്ടുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ആ ജോലി ഞാൻ തുടരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ രണ്ട് കാര്യങ്ങളും, ഒരു വശത്ത് പാകിസ്ഥാനെ എതിർക്കുന്നതുകൊണ്ടും രാജ്യത്തെ നുണപ്രചാരണങ്ങളെയും വിദ്വേഷത്തെ ചെറുക്കുന്നതുകൊണ്ടും അദ്ദേഹത്തെ ഒരു ദേശസ്നേഹി എന്ന് നിസ്സംശയം പറയാൻ കഴിയും.